ഹലോ ഡിയർ സ്റ്റുഡൻസ്, ബൂലിയൻ ആൽജിബ്ര എന്നുള്ള സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു തിയറമാണ് ഡി മോർഗൻസ് തിയറം അല്ലേ. ഡി മോർഗൻസ് തിയറം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ദ ലൈൻ ചേഞ്ച് ദ സൈൻ ആണ്. രണ്ട് തിയറമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ. മറ്റൊരു തിയറമാണ് ഇതിൻ്റെ ഡ്യുവല് ഫൈൻഡ് ചെയ്താൽ മതി. എന്താ ഡ്യുവല്? പ്ലസ് ഡോട്ട് ആവും, ഡോട്ട് പ്ലസ് ആവും അല്ലേ, 0 1 ആവും, 1 0 ആവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡ്യുവൽ എന്തായിരിക്കും? എക്സ് ഡോട്ട് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ ആയിരിക്കും അല്ലേ. എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പ്രൂഫ് ചോദിക്കാറുണ്ട്. പ്രൂഫ് രണ്ട് രീതിയിലാണ് ചോദിക്കാറുള്ളത്. ഒന്ന് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ആൽജിബ്രായിക് മെത്തേഡ്. ഈ രണ്ടും ഞാൻ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ തന്നെ ഫേസ് ചെയ്യുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്താൽ മതി. പ്രൂഫ് എന്താ ചെയ്യുക? ട്രൂത്ത് ടേബിൾ വരക്കുമ്പോൾ ജസ്റ്റ് എക്സ് ആൻഡ് വൈ ആണ് ഇവിടെ ഉള്ളത് അല്ലേ. അപ്പോൾ എക്സ് വേണം, അതേപോലെ വൈ വേണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ എക്സ് പ്ലസ് വൈ ഉണ്ട്, അതേപോലെ എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഉണ്ട് അല്ലേ. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ദാറ്റ് ഈസ് കോൾഡ് LHS. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാ? എക്സ് ബാർ ഉണ്ട്, അതേപോലെ വൈ ബാർ ഉണ്ട്, എക്സ് ബാർ ഇൻറ്റു വൈ ബാർ ഉണ്ട്. ഈ രണ്ട് ആൻസറും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ പ്രൂഫായി അത്രേ ഉള്ളൂ. അപ്പോൾ 0 0 വരാവുന്ന വാല്യൂസ് ഈ രീതിയിൽ തന്നെ എഴുതണേ. 0 0 0 1 1 0 1 1. എന്ത് ചെയ്യുക? എക്സ് പ്ലസ് വൈ എന്നാൽ രണ്ടും കൂടി ആഡ് ചെയ്യാം. 0 1 1 1. വൈ എക്സ് പ്ലസ് വൈ ഓൾ ബാർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഇൻവേർട്ട് ചെയ്തത് 1 0 0 0. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് 1 1 0 0. വൈ ബാർ എന്ന് പറഞ്ഞാൽ വൈൻ്റെ ഓപ്പോസിറ്റ് 1 0 1 0. ഈ എക്സ് ബാറും വൈ ബാറും ഇൻറ്റു ചെയ്താൽ 1 × 1 1, 1 × 0 0, 0 × 1 0, 0 × 0 0. എടാ നോക്കടാ, LHSും RHSും രണ്ടും സെയിം അല്ലേ? NCT ഈസ് ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഏതാ? രണ്ടാമത്തെ പാർട്ട് എക്സ് ഡോട്ട് വൈ ഓൾ ബാർ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ചെയ്യണമെങ്കിൽ ട്രൂത്ത് ടേബിൾ വരക്കാം. ട്രൂത്ത് ടേബിൾ വരക്കുമ്പോൾ എക്സ് വേണം, വൈ വേണം, അതേപോലെ എക്സ് ഡോട്ട് വൈ വേണം, ആൻഡ് ഫൈനലി എക്സ് ഡോട്ട് വൈ ഓൾ ബാർ വേണം അല്ലേ. ഇതാണ് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കുമ്പോൾ എക്സ് ബാർ വേണം, അതേപോലെ വൈ ബാർ വേണം, ആൻഡ് ഫൈനലി എക്സ് ബാർ പ്ലസ് വൈ ബാർ വേണം. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എഴുതുമ്പോൾ എങ്ങനെ എഴുതടാ? 0 0 0 1 1 0 1 1. രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 0 × 0 0 1, 0 × 1 0, 1 × 0 0, 1 × 1 1. അപ്പോൾ എക്സ് ഡോട്ട് വൈ ഓൾ ബാർ എന്താ വരിക? 1 1 1 0 അല്ലേ. അപ്പോൾ LHS ഓക്കെ. എക്സ് ബാർ എന്താ? എക്സിൻ്റെ ഓപ്പോസിറ്റ് 1 1 0 0. വൈ ബാർ വൈൻ്റെ ഓപ്പോസിറ്റ് 1 0 1 0. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 + 1 1, 1 + 0 1, 0 + 1 1, 0 + 0 0. ആൻസർ ഈസ് 1 1 1 0 1 1 1 0. റെഡി അല്ലേ? LHSും RHSും ഓക്കെ അല്ലേ? അവിടെ തീർന്നു. ഇത് മതി. പക്ഷെ ഇതിൻ്റെ ആൽജിബ്രായിക് പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ എന്താ? ആൽജിബ്രായിക് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ ആൽജിബ്രായിക് മെത്തേഡ് ചോദിക്കാം. ആൽജിബ്രായിക് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ 2 മെത്തേഡാണ് അല്ലെ. ഫസ്റ്റ് പ്രൂഫ് ഏതാ? എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഡോട്ട് വൈ ബാർ. ഈ മെത്തേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ഐഡിയ വേണം. കോംപ്ലിമെന്റ് ലോ അറിയണം. എന്താ കോംപ്ലിമെന്റ് ലോ? കോംപ്ലിമെന്റ് ലോ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ നമ്മൾ ഇതിന്റെ പ്രൂഫ് പോകുന്നത് കംപ്ലീറ്റ് കോംപ്ലിമെന്റ് ലോ ബേസ് ചെയ്തിട്ടാണ്. കോംപ്ലിമെന്റ് ലോ പ്രകാരം കോംപ്ലിമെന്റ് ലോ 2 ലോ ഉണ്ട്. കോംപ്ലിമെന്റ് ലോക്ക് ഏതൊക്കെ 2 ഈ പി പ്ലസ് പി ബാർ ഈക്വൽ ടു 1 ആണ്, അതേപോലെ പി ഡോട്ട് പി ബാർ ഈക്വൽ ടു 0 ആണ്. ഈ 2 രീതിയിൽ നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ മെത്തേഡ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, വീണ്ടും പറയാണ്, മാർക്ക് കണ്ടിട്ട് 2 മാർക്കാണെങ്കിൽ നിങ്ങൾ ഈ ട്രൂത്ത് ടേബിൾ മതി, അല്ലെങ്കിൽ ധാരാളമാണ്. പക്ഷേ ആ മെത്തേഡ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ പി പ്ലസ് പി ബാർ വീണ്ടും പറയട്ടോ, നിർബന്ധമില്ല, പക്ഷേ വേണമെങ്കിൽ അറിഞ്ഞിരിക്കാം, അത്രേ ഉള്ളൂ. പി പ്ലസ് പി ബാർ ഈക്വൽ ടു 1 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം പിന്റെ വാല്യൂ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഇവിടെ നോക്കടാ, എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ആ പിന്റെ വാല്യൂ എന്താവും? എക്സ് പ്ലസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് വൈ പി ബാർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ ഓൾ ബാർ എന്ന് വരും. പിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു 1 വരും. അത്രേ ഉള്ളൂ. നമുക്കറിയാം ഇത് 1 ആണ്. കോംപ്ലിമെന്റ് ലോ പ്രകാരം ഇത് 1 ആണ്, ഒരു ഡൗട്ടും ഇല്ല. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് ഈ റിസൾട്ട് 2 ആണ്. ഈ റിസൾട്ട് ഓക്കെ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അസ്യൂം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. എക്സ് പ്ലസ് വൈ പ്ലസ് ഇത് റിസൾട്ട് ഓക്കെ ആണെങ്കിൽ എക്സ് ബാർ ഡോട്ട് വൈ ബാർ എന്ന് എഴുതി കൂടെ ഈ ഈക്വൽ ടു 1 എഴുതരുത്. ഇത് വെച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആൻസർ 1 കിട്ടിയാൽ ഞാൻ എടുത്ത ഈ അസംഷൻ
പക്കയാണ് അല്ലെങ്കിൽ കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ആ രീതിയിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇത് എത്തി. ഇവിടെ അബ്സോർപ്ഷൻ ലോ അപ്ലൈ ചെയ്യുക. ഏതിലോ? അബ്സോർപ്ഷൻ ലോ. അറിയാത്തവരുണ്ടാവും. അബ്സോർപ്ഷൻ ലോ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്നാണ്. എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി എന്നാണ്. അപ്പോൾ സാറേ അങ്ങനെ സാധനം കാണുന്നില്ലല്ലോ. കാണുന്നുണ്ട്. ഇതാടാ ഇവിടെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇതിന് ആൻസർ എന്ത് വരും? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ബാർ, ഇതൊരു ടേം, ഇൻറ്റു വൈ പ്ലസ് വൈ ബാർ എന്ന് വരും. റെഡിയാണോ? വൈ പ്ലസ് വൈ ബാർ കോംപ്ലിമെന്റ് ലോ പ്രകാരം 1 ആണ്. അപ്പോൾ ഇത് 1 ആയി കിട്ടി. അപ്പോൾ ആൻസർ എന്ത് വന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ബാർ എന്നായി. അല്ല, ഇൻറ്റു 1 വരും. ആണോ? അല്ലേ? ഇൻറ്റു 1. ഞാൻ അങ്ങനെ ഓവറാക്കി എഴുതണമെങ്കിൽ ഇൻറ്റു 1. അപ്പോൾ ഇതിന് ആൻസർ എന്തായി? എടാ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ബാർ എന്നായി. എക്സ് പ്ലസ് എക്സ് ബാർ പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് വൈ 1. എൻ്റെ മോനോ കിട്ടി. ഞാനെടുത്ത അസംഷൻ ഓക്കെയാണ്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. സാറേ രണ്ടാമത്തെ പാർട്ട് പി ഡോട്ട് പി ബാർ ഈക്വൽ 0 വെച്ച് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. പിന്റെ സ്ഥാനത്ത് പിന്റെ വാല്യൂ എക്സ് പ്ലസ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഈക്വൽ എക്സ് പ്ലസ് വൈ ആണ്. അപ്പം എങ്ങനെ വരാം? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു 0 ആണ്. ഞാൻ ആ എടുത്ത റിസൾട്ട് ട്രൂ ആണെന്നുള്ള അസ്യൂം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇത് അസ്യൂം ചെയ്തു. ഇത് ഓക്കെയാണ്. ഇങ്ങനെ ഇൻറ്റു കണ്ടാൽ ഇത് ബ്രാക്കറ്റ് ഉള്ളിലേക്ക് ഗുണിക്കാം. എക്സ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം എക്സ് ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ പ്ലസ് വൈ ഇൻറ്റു എക്സ് ബാർ ഇൻറ്റു വൈ ബാർ അല്ലേ? ഇങ്ങനെ ഇൻറ്റു ചെയ്യാം. ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യെസ്, എക്സ് ഇൻറ്റു എക്സ് ബാർ 0 ആണ്. 0 ഇൻറ്റു വൈ ബാർ പ്ലസ് വൈ ഇൻറ്റു വൈ ബാർ 0 ആണ്. 0 ഇൻറ്റു എക്സ് ബാർ എന്ന് വരും. 0 ഇൻറ്റു വൈ ബാർ 0 ആണ്. 0 ഇൻറ്റു എക്സ് ബാർ 0 ആണ്. 0 പ്ലസ് 0 0 ആണ്. യെസ്, ഇതാണ് ആൽജിബ്രൈക് പ്രൂഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ ഡോട്ട് വൈ ബാർ. ഈ രീതിയിൽ മറ്റൊന്നും ചെയ്ത് നോക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ ചെയ്തു തരാം. യെസ്, എക്സ് ഡോട്ട് വൈ ഓൾ ബാർ. എവിടെ എൻ്റെ രണ്ടാമത്തെ പ്രൂഫ്? എന്നാ പിടിച്ചോ. എക്സ് ഡോട്ട് വൈ ഓൾ ബാർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് വൈ ബാർ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പ്രൂഫ് ഞാൻ ചെയ്യും. രണ്ടാമത്തെ നിങ്ങൾ ചെയ്തിട്ട് അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. യെസ്, അപ്പോൾ ഫസ്റ്റ് പ്രൂഫ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കോംപ്ലിമെന്റ് ലോ പ്രകാരം പി പ്ലസ് പി ബാർ ഈക്വൽ ടു 1 ആണ് അല്ലേ? അതിൻ്റെ സെക്കൻഡ് പാർട്ട് പി ഡോട്ട് പി ബാർ ഈക്വൽ ടു 0 ആണ്. അതെല്ലാവർക്കും അറിയാം. പിന്റെ വാല്യൂ എക്സ് ഡോട്ട് വൈ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ? പിന്റെ വാല്യൂ എക്സ് ഡോട്ട് വൈ. അങ്ങനെയാണെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് വൈ ഓൾ ബാർ ഈക്വൽ ടു 1 വരും. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനെ പൊട്ടിക്കുമ്പോൾ എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന് എഴുതാം. എഴുതി കൂടെ എക്സ് ബാർ ഡോട്ട് എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന് എഴുതാം. ഈക്വൽ ടു 1 എന്നുള്ളത് പ്രൂവ് ചെയ്ത് കിട്ടണം. ഇതാടാ ഇവിടെ തന്നെ നേരെ ഇങ്ങോട്ട് ഗുണിക്കുക. യെസ്, അബ്സോർപ്ഷൻ ലോ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് ബാർ ഇൻറ്റു എക്സ് ബാർ പ്ലസ് വൈ. അറിയാത്തവർക്ക് അബ്സോർപ്ഷൻ ലോ ആണ് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്ത് ദെൻ വൈ ബാർ. എക്സ് പ്ലസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1 ആയി. 1 ഇൻറ്റു എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന് വരും. ആണോ? അല്ലേ? ഇത് 1 ആയി. ഇതല്ല, ഇത് 1 ഇൻറ്റു എക്സ് ബാർ പ്ലസ് വൈ എന്നാൽ എക്സ് ബാർ പ്ലസ് വൈ തന്നെ പ്ലസ് വൈ ബാർ എന്ന് വരും. വൈ പ്ലസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ 1 ആണ്. ആണോ? അല്ലേ? അപ്പോൾ എക്സ് ബാർ പ്ലസ് 1 എന്ന് വരും. 1 പ്ലസ് എക്സ് ബാർ ആൻസർ ഈസ് 1 ആണ്. എന്ത് സംഭവിച്ചാലും ആൻസർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂലേ? എങ്ങനെ ചെയ്യുക? പി ഡോട്ട് പി ബാർ പിക്ക് എന്ത് കൊടുക്കുക? എക്സ് ഡോട്ട് വൈ എന്ന് കൊടുക്കും. അപ്പോൾ എക്സ് ഡോട്ട് വൈ ഇൻറ്റു അല്ലേ? എക്സ് ഡോട്ട് വൈ എന്നുള്ള ആദ്യം കൊടുക്കും. ദെൻ എക്സ് ഡോട്ട് വൈ ഇൻറ്റു എക്സ് ഡോട്ട് വൈ ഓൾ ബാർ ഈക്വൽ ടു 0 ആണ്. ബേസ്ഡ് ഓൺ ദ കോംപ്ലിമെന്റ് ലോ. ഇത് പൊട്ടിക്കാം. ബ്രേക്ക് ദ ലൈൻ, ചേഞ്ച് ദ സൈൻ. എക്സ് ഡോട്ട് വൈ ഇൻറ്റു എക്സ് ബാർ പ്ലസ് വൈ ബാർ മുന്നോട്ട് കൊണ്ടുപോവുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടടാ? എക്സ് ഡോട്ട് വൈ ഡോട്ട് എക്സ് ബാർ പ്ലസ് എക്സ് ഡോട്ട് വൈ ബാർ എന്ന് വരും. എക്സ് ഡോട്ട് എക്സ് ബാർ 0 ഡോട്ട് വൈ എന്ന് വരും. y dot y bar x dot 0 എന്ന് വരും. 0 dot y 0 പ്ലസ് x dot 0 0 0 പ്ലസ് 0 0. ഇതാണ് ഒറിജിനൽ മെത്തേഡ്, ആൽജിബ്രൈക്ക് മെത്തേഡ് എന്ന് പറയും. ഇതാണ് ഡി മോർഗന്റെ സെക്കൻഡ് ലോ, ഡി മോർഗന്റെ ഫസ്റ്റ് ലോ. അതിന്റെ കറക്റ്റ് പ്രൂഫാണ്. പക്ഷെ ഇത് മതി അല്ലെ? എക്സാമിന് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇത് എഴുതിയാൽ തന്നെ സ്കോർ അടിക്കാൻ പറ്റും. റെഡി അല്ലടാ?